flight 194 is currently delayed. Yes! Loser. Remind haters. Found it. How'd you do that? That's a wrap. ആശിറേ ഇനിയിപ്പോ കളിക്കാൻ കൂട്ടിട്ട് ആളും കൂടെ ആയല്ലോ നീയാ ഇനി മെയിൻ. മോളെ കണ്ട ഉമ്മയും പാപ്പയും പറിച്ചു വെച്ചേക്കുവാ. പിന്നെ അവനെ കണ്ട ഉപ്പൂപ്പയുടെ തനി സ്വരൂപമാ. എന്റെ റബ്ബേ, ആ സ്വഭാവം കിട്ടാതിരുന്നാ മതിയായിരുന്നു. ഇതും മച്ചി കൊടുക്കാൻ പറഞ്ഞേ. അനിയനെ കാണാം. ഞാനില്ല. അതെന്താടാ? എനിക്ക് അനിയനില്ലല്ലോ, അനിയത്തിയല്ലേ. അനിയനാണ് കളിക്കാൻ ഒരു കൂട്ടായനെ. അതിനെന്താടാ, നിനക്ക് എന്റെ അനിയന്റെ കൂടെ കളിക്കാൻ പറ്റുമല്ലോ. എന്നാലും എന്റെ അനിയനായില്ലല്ലോ. നീ വിഷമിക്കണ്ടടാ, എന്റെ അനിയനെ കൊണ്ട് നിന്റെ അനിയത്തെ നിക്കാവിപ്പിക്കാം. അതാവുമ്പോ നിനക്ക് അനിയനാവുമല്ലോ. ആ, അത് കൊള്ളാം. എന്നാ വാ. എന്റെ അനിയത്തെ പക്ഷെ ഒരു പോലീസുകാരനെ കൊണ്ട് നിക്കാഹ് കഴിപ്പിക്കത്തുള്ളൂ. നീ അവന്റെ മുഖത്തോട്ടം നോക്കിക്കേ, ഒരു പോലീസിന്റെ ലുക്ക് ഇല്ലേ? കണ്ടാ? എന്റെ ഉമ്മപ്പ എന്നെ തീരെ നോക്കാറ് പോലുമില്ല. ഫുൾ ടൈം അഷ്ണയുടെ പുറകെ. പക്ഷെ എന്റെ ആളെങ്ങനല്ല, ഉമ്മാക്കെന്നെ ഭയങ്കര കാര്യമാണ്. നീല വീട്ടിലെ മെയിൻ. ഉമ്മാക്ക് ഞാൻ എപ്പോഴും അടുത്ത് വേണം, എപ്പോഴും വിളിച്ചോണ്ടിരിക്കും. എപ്പോഴും എപ്പോഴും. എടാ ഹാഷി, നിനക്കു ചമഞ്ഞാടാനായി വളമായി ഞാൻ മാറിയിടാം. ഇലപ്പനോ അകലെ പുഴുകളോ മണ്ടരിയോ കളകളിൽ നിന്ന് അകലെ. ഉമ്മ എന്തിനാ എപ്പോഴും നിന്നെ വിളിക്കുന്നേ? ഹാഷി, വാവയുടെ കളിപ്പാട്ട് എടുത്തോണ്ടോന്നേ. വാവയുടെ തുണി പുറത്തുണ്ട്, എടുത്തിട്ട് വാ. എടാ ഹാഷി, ആ മോട്ടറിന്റെ സ്വിച്ച് ഒന്ന് ഓഫ് ചെയ്യടാ. ആ ഗ്യാസ് ഒന്ന് ഓഫ് ചെയ്തേടാ. എടാ ഹാഷി, കുഞ്ഞെണീറ്റ് നീ ചെന്ന് അവനെ നോക്ക്. കണല് മന്ദിരമാം വനികയിൽ വർണ്ണങ്ങളായി നീ പടര് വാനില ചെടിയേ വാനില ചെടിയേ വാനില ചെടിയേ ചെറുക്കനെ കൊണ്ട് ശല്യം. നാശിക്കുട്ടി കുളിക്കാണ്. ഉമ്മയുടെ നാച്ചു തണുക്കണ്ട. എടാ തോർത്തിങ് എടുത്തോണ്ട് വന്നേടാ. എനിക്കൊന്നും വയ്യ ഇനി. നീയല്ലേ ഇവിടുത്തെ മെയിൻ. നീ പോടി. പോയി എടുത്തോണ്ട് വാടാ. കുറച്ച് എന്നാ മതി, അല്ലെങ്കിലേ തടിച്ചിട്ടാ. എടാ ഹാഷി, ഇങ്ങോട്ട് വന്നേടാ. അതെ വരുവാ. നാശിക്കുട്ടി സുന്ദരനായല്ലോ. നല്ല കുട്ടിയായിട്ട് പോയിട്ട് വരണേ, കരയല്ലേ. ഇല്ല. ഇന്നാടാ പോയിട്ട് വരണേ. വാ പോവാ. ചേച്ചാ. എടാ ഹാഷിടെ ചോറ്റുപാത്രം എവിടെയാടാ? അതോ ബാഗിലുണ്ടാവും. എടാ നിന്റെ അല്ലേ നാശിയുടെ? എനിക്കെങ്ങനെ അറിയാനാ? അവനോട് ചോദിക്ക്. എടാ അവൻ കൊച്ചല്ലേ, ഇതൊക്കെ നീ വേണ്ട നോക്കാൻ. പോയി എവിടെന്നാന്ന് വെച്ചാൽ ചോറ്റുപാത്രം എടുത്തോണ്ട് വാ. പറഞ്ഞിട്ട് വല്ല മൈൻഡ് ഉണ്ടോ നോക്കിയേ. ഇത്ര അഹങ്കാരം ഉണ്ടോ പിള്ളേർക്ക്? നിന്റെ അടുത്തല്ലേടാ പറയുന്നത്? എനിക്ക് അറിഞ്ഞൂടെന്ന്. ഇനി പാത്രം കൊണ്ടുവന്നിട്ട് നീ മീനിന് തീറ്റ കൊടുത്താൽ മതി. അവൻ്റെ ഒരു മീനിനെ തീറ്റിക്കല്.
അവനത് എവിടെ കൊണ്ടേ കളഞ്ഞ്? അവന്റെ ക്ലാസ് ഇരിപ്പുണ്ടാവും. അതെടുത്ത് കൊടുക്കാണ്ട് ഉമ്മച്ചി ഫിഷ് ഫുഡ് തരില്ലടാ. അന്ന ഇപ്പൊ പോയി എടുത്താ പോരെ? ഈ രാത്രി ഞാൻ ഒറ്റയ്ക്കാ. എടാ ഞാനും വരാ. നീ വരൂ? ഞാനല്ലാതെ പിന്നെ ആര്? വാ. എടാ പേടിയാവണ്ട. ഇത് നമ്മുടെ സ്കൂൾ തന്നെ. പകലിങ്ങനെയല്ലല്ലോ. അല്ല നമുക്ക് തിരിച്ചു പോയാലോ? എടാ നീ ഒന്ന് വന്നേ. ഇതിലേതാണ് അവൻ്റെ ക്ലാസ്? ഇതാ അവൻ്റെ ക്ലാസ്. എന്തിനാ AC നോക്കി വേർക്കുന്നത്? നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട AC ബ്രാൻഡുകളുടെ ഒരു വൈഡ് റേഞ്ച് തന്നെ ഇവിടെയുണ്ട്. ഹയർ എഡ്യൂക്കേഷൻ. ആഹാ, ഇതിപ്പോ എവിടെ നിന്ന് കിട്ടി? അതല്ല എൻ്റെ കയ്യിലായി പോയി. ഇതങ്ങ് വെച്ചിട്ട് ഫിഷ് ഫുഡ് അങ്ങ് എടുത്താ. ആദ്യം നീ അതുകൊണ്ട് കഴുകി വെക്കുക, എന്നിട്ട് തരാം നിന്റെ മീൻ്റെ തീറ്റയൊക്കെ. മീൻ്റെ തീറ്റയാണോ നോക്കണേ? ആ, അത് ഞാൻ മൊത്തം കൊടുത്തല്ലോ. മൊത്തം എടുത്താ? ആ, അത് നേരത്തെ ഒന്നും കഴിച്ചില്ലല്ലോ. മൊത്തം കഴിട്ടെടുത്താ ചത്താവൂലേ? ഉമ്മ ഒരു 120 രൂപ പറഞ്ഞേ. ഫിഷ് ഫുഡ് തീർന്ന്. പുട്ടോടി മാറിയിട്ട് കുട്ടീന്റെ വാപ്പാ കൊണ്ട് വരാ. എന്തോന്ന്? എന്ത് മീൻ്റെ കാര്യം നോക്കാൻ എനിക്കറിയാം. നീ നിനക്കറിയുന്ന കാര്യത്തെ അഭിപ്രായം പറഞ്ഞാൽ മതി കേട്ടാ. ഞാനും കുറെ മീൻ ഉണ്ടാക്കിയിട്ടുള്ളതാണ്. അല്ല നിന്റെ കടുവിന്റെ അത്ര ഉള്ള ഗപ്പിയൊന്നും അല്ല. ഓ നീ ഇത്ര ഉള്ള കൊമ്പസാനം വളർത്തിയൊന്ന് പോടേ. മരിച്ചു വാപ്പേ പറഞ്ഞു. പിന്നെ എന്റെ മീനെ പറഞ്ഞിട്ടല്ലേ? ഒരു സൗകര്യം തരൂലല്ലേ ഈ പിള്ളേര്? അതൊക്കെ ആശ്രയല്ലനും ഒരൊച്ച പോലും പുറത്ത് കേൾക്കൂലല്ലോ. കാണുന്നില്ല ഉമ്മ എന്നെ കടിച്ചു കയറുന്നത്. ആശ്ര നിന്റെ ഷർട്ടാണോ എനിക്ക് തരാൻ?